ഫിഞ്ചിൽ ചുഴലിക്കാറ്റ് ദുർബലമായി 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി പരിണമിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ തമിഴ്നാട്ടിൽ നിന്നും ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുകയാണ്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം വീണ്ടും കുറയുമെന്നാണ് സൂചന. ശക്തമായ മഴയിൽ മരണം 8 വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ആശങ്ക കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും സുരേഷ്, ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ശക്തി കുറയുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിന്റെ വടക്കൻ തമിഴ്നാട്ടിൽ നിന്നും ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടലിന്റെ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ നിലവിൽ അത് അതിതീവ്ര ചുഴലിക്കാറ്റാണെങ്കിൽ കൂടി 6-7 മണിക്കൂറിനുള്ളിൽ അത് ന്യൂനമർദ്ദമായി പരിണമിക്കുകയും സ്വാഭാവികമായും ഈ ന്യൂനമർദ്ദം കുറഞ്ഞു വരികയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയ്ക്കുള്ള വഴിയില്ല എന്ന് തന്നെയാണ്, അതിനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാന സർവീസുകളെല്ലാം തന്നെ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.